നമസ്കാരം. കത്തിയെരിയുന്ന ബംഗ്ലാദേശിനെക്കുറിച്ച് നിരവധി വാർത്തകൾ തത്വമയും ദേശീയ ബോധമുള്ള മറ്റ് പല മാധ്യമങ്ങളും ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ ഈ വാർത്തകൾ കണ്ടില്ലെന്ന് അടിക്കുന്നുകൊണ്ടും തൊട്ട അയൽപക്കത്ത് നടക്കുന്ന ന്യൂനപക്ഷ കൂട്ടക്കൊല അത് തങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ തങ്ങളുടെ മേലാളന്മാർക്കും മുതലാളിമാർക്കും ഒരുപക്ഷെ അത് ഇഷ്ടപ്പെടില്ല എന്നുള്ള പേടി കൊണ്ടുമൊക്കെ ആയിരിക്കണം അവരൊക്കെ ഈ വിഷയത്തിൽ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമുക്കങ്ങനെ ഇരിക്കാൻ സാധിക്കുകയില്ല. ഭാരതത്തിൻ്റെ തൊട്ടടുത്തുള്ള ചരിത്രപരമായി തന്നെ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശമാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിൽ തുടക്കം മുതൽ തന്നെ, ബംഗ്ലാദേശിൻ്റെ ഉദയം മുതൽ തന്നെ, ഒരുപക്ഷെ അതിനു മുമ്പ് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്ന കാലത്ത് തന്നെ ആ യുദ്ധത്തിൽ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ കൂട്ടക്കൊലയും ഹറാസ്മെൻറ്റും എല്ലാ അർത്ഥത്തിലുള്ള പീഡനവും നേരിട്ട ഒരു അവശ ജനവിഭാഗമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ. ആ ഹിന്ദുക്കളുടെ അവസാന പോരാട്ടത്തിലും അവർ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഷെയ്ഖ് ഹസീനയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭാരതത്തിൻ്റെ 2 റഫേൽ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ പോയി. റോയുടെ ഏജൻറ്റുമാരാണ് ഷെയ്ഖ് ഹസീനയെ രക്ഷപ്പെടുത്തിയത് എന്ന് ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് തത്വമയിയാണ്. അതൊക്കെ ശരിയാണ്, നല്ലതാണ്. കാരണം ഭാരതത്തിൻ്റെ എക്കാലത്തെയും സുഹൃത്താണ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീനയുടെ കഥയും അവസാനിക്കുന്നില്ല. അത് അവസാനത്തെ അധ്യായമായി എഴുതി തള്ളാറായിട്ടുമില്ല. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പക്ഷേ ഷെയ്ഖ് ഹസീനയെ രക്ഷിക്കാൻ കാണിച്ച ആ ഒരു മുൻഗണന മറ്റുള്ളവരുടെ, സാധാരണക്കാരുടെ, പീഡിതരുടെ കാര്യത്തിൽ ഇല്ല എന്നുള്ളത് നമ്മളെപ്പോലെയുള്ള ദേശീയവാദികൾക്ക് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യം തന്നെയാണ്. അത് പറയാതെ വയ്യ. എന്തായാലും ഒരു സർക്കാർ എന്ന നിലയിൽ ഭാരതത്തിലെ സർക്കാരിന് ചില പരിമിതികളൊക്കെ ഉണ്ട് ഇക്കാര്യത്തിൽ. എങ്കിൽ പോലും തൊട്ട അയൽപക്കത്ത് ഒരു രാജ്യം കത്തിയമരുകയും ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, പെൺകുട്ടികളെ കെട്ടിയിടുന്ന കാഴ്ചയും സ്ത്രീകളെ കൊന്നിട്ടിരിക്കുന്ന കാഴ്ചയും ഒക്കെ ട്വിറ്ററിൽ ആവശ്യത്തിന് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. ഈ വീഡിയോസ് ഒന്നും നമ്മൾ കാണിക്കാത്തത് അത് നമ്മളുടെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തുകയും ആഴത്തിലത് സ്പർശിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. അമ്പലങ്ങൾ ആക്രമിക്കുന്ന വാർത്തകളും അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. ഇതെല്ലാം തൊട്ട അയൽപക്കത്ത് നമ്മളുടെ ഒരതിർത്തിക്കപ്പുറമാണ് നടക്കുന്നതും. എന്തായാലും അതവിടെ നിൽക്കട്ടെ. എല്ലാത്തരം വൃത്തികേടുകളും നടക്കുന്ന രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ തകർക്കുക മാത്രമല്ല, അതിനു മുമ്പ് ആ തകർക്കുന്ന പ്രതിമയുടെ തലയിൽ തന്നെ മൂത്രമൊഴിക്കുക, ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഇന്നലെ വരെ പ്രധാനമന്ത്രിയായിരുന്നവരുടെ വീട് കൊള്ളയടിച്ച് അവരുടെ അടിവസ്ത്രം വരെ പരസ്യമായി എല്ലാവരെയും പ്രദർശിപ്പിക്കുക, ഇങ്ങനെ ഏറ്റവും ഹീനമായ പ്രവർത്തികളാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന പേരിൽ അവിടെ നടക്കുന്നത്. ഇത് ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ന് ചർച്ച ചെയ്യുന്ന ഇതൊന്നുമല്ല ഇനിയും ബംഗ്ലാദേശ് എങ്ങോട്ട് എന്നുള്ളതാണ്. പൂർണ്ണ അരാജകത്വത്തിലേക്കാണ് ബംഗ്ലാദേശ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് രാത്രി ഒരുപക്ഷെ 8 മണിക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഇന്ന് രാത്രി അവിടെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അധികാരം ഏറ്റെടുക്കുകയാണ്. ഇടക്കാല സർക്കാരിനെ നയിക്കാൻ പോകുന്നത് മുഹമ്മദ് യൂനിസ് എന്ന നോബൽ പ്രൈസ് മേടിച്ച ഒരാളാണ്. അദ്ദേഹം ആ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ചോയ്സായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭവും ആ പ്രക്ഷോഭത്തിന് അക്രമത്തിൻ്റേതായ ഒരു തലം വളരെ പെട്ടെന്ന് തന്നെ വരികയും ഇത്തരത്തിൽ അവസാനം ഹസീനയെ അവിടുന്ന് ഓടിച്ചു വിടുന്നതിൽ ഇത് എത്തിക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സംശയമുള്ളവർ ഈ മുഹമ്മദ് യൂനിസിൻ്റെ കഥ മാത്രം കേട്ടാൽ മതി. ആരാണ് മുഹമ്മദ് യൂനിസ്? മുഹമ്മദ് യൂനിസ് 1-ാം തരം അമേരിക്കൻ ഏജൻ്റാണ് എന്നാണ് പലരും പറയുന്നത്. എക്കാലവും അമേരിക്കയുമായി വലിയ സഹവർത്തിത്വം പുലർത്തിയിരുന്ന ആളാണ്. 1964 തന്നെ അമേരിക്കയുടെ ഫുൾബ്രൈറ്റ് സ്കോളർഷിപ്പ് നേടി അമേരിക്കയിൽ പരിശീലനം എടുത്ത ആളാണ്. എന്ന് മാത്രമല്ല 1971 വരെ ഏതാണ്ട് 3-4 വർഷക്കാലം അവിടെ അധ്യാപകനായിരുന്ന ആളാണ്. നിരന്തരം അമേരിക്കയിലേക്ക് പോവുകയും അമേരിക്കയിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്ത ആളാണ്. എന്ന് മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അമേരിക്കയിൽ ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്. അതായത് സ്റ്റേറ്റിനുള്ളിലെ സ്റ്റേറ്റ്, ഡീപ്പ് സ്റ്റേറ്റ് എന്താണ് എന്നൊക്കെ നമ്മൾ RP തോട്ട്സിൽ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 പേരെ പലരും എടുത്തു കാണിക്കുന്നത് ക്ലിൻ്റൺ കുടുംബമാണ്. പ്രസിഡന്റ് ക്ലിൻ്റനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിലരി ക്ലിൻ്റനും. ഇവർ രണ്ടുപേരും ഡീപ്പ് സ്റ്റേറ്റിൻ്റെ വലിയ അടുത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കളാണെന്നൊക്കെ പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ ഫാമിലിയുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരാളാണ് മുഹമ്മദ് യൂനിസ്. എന്ന് മാത്രമല്ല
ഈ ഹിലരി ക്ലിൻ്റൺ ഫൗണ്ടേഷന് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന ഡോണറാണ്. അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്ന സംഭാവന കൊടുക്കുന്ന ആളാണ്. അവരുടെ ഇന്ന് സംഭാവന മേടിക്കുന്ന ആളല്ല. മുഹമ്മദ് യൂനിസിന് ഇത്രയും പണം എവിടെ നിന്നാണ് വരുന്നത്? ആ ചോദ്യം ഞാൻ പ്രേക്ഷകർക്ക് വിടുന്നു. ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു കൊടുക്കൽ വാങ്ങൽ ഏർപ്പാട് തന്നെയാണ്. മുഹമ്മദ് യൂനിസിനെ ബംഗ്ലാദേശികൾ അറിയുന്നത് അവിടുത്തെ മൈക്രോ ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടും പാവപ്പെട്ട ഗ്രാമീണ മേഖലയിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളും ഒക്കെ എന്നുള്ള നിലയിലാണ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. പക്ഷേ 2008 മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു മോശം കാലം ആരംഭിക്കുകയായിരുന്നു ബംഗ്ലാദേശിൽ. അദ്ദേഹത്തിനെതിരെ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഈ അന്വേഷണത്തിൽ വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന് ഇത്രയും പണം വരുന്നത് എവിടുന്നാണ്, എങ്ങനെയാണ് ഈ പണം വരുന്നതെന്നുള്ള അന്വേഷണം, ആ സംശയത്തിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് വിദേശത്ത് നിന്ന് വലിയ തോതിൽ ഫണ്ട് വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. മറുവശത്ത് ഗ്രാമീണ മേഖലയിലുള്ള ജനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്ന് അവർക്ക് വായ്പ കൊടുത്ത പണം ഈടാക്കാൻ വേണ്ടി വളരെ മോശമായ, വളരെ ശക്തമായ നിലയിലുള്ള ഫോഴ്സ് ഉപയോഗിക്കുന്നതായി, ശക്തി ഉപയോഗിക്കുന്നതായി, ഹീനമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതായും സർക്കാർ കണ്ടെത്തുന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ ശക്തമായ അന്വേഷണവും അവസാനം അദ്ദേഹത്തിനെതിരെ കോടതി വിധിയും ഒക്കെ ഉണ്ടായത് ബംഗ്ലാദേശ് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഷെയ്ഖ് ഹസീന യഥാർത്ഥത്തിൽ മുഹമ്മദ് യൂനിസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടയിട്ടത് അമേരിക്കയ്ക്ക് അങ്ങേയറ്റം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അമേരിക്കയ്ക്ക് അസഹനീയമായ ഒരു കാര്യമാണ് അമേരിക്കയുടെ ഒരു ടൂജ്, അമേരിക്ക മറയാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾക്ക് ബംഗ്ലാദേശ് പോലെ ഒരു രാജ്യത്ത് വലിയ തടസ്സം നേരിടുക എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഇത് മാത്രമല്ല, ഷെയ്ഖ് ഹസീനയുടെ അമേരിക്കയുടെ ദേഷ്യം, അമേരിക്കൻ ബേസ്, US എയർഫോഴ്സിന് ഒരു ബേസ് അവർ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പ്രധാനമന്ത്രിയാവാൻ ഞങ്ങൾ സഹായിക്കാവുന്ന അമേരിക്കയുടെ ഒരു ഏജൻ്റ് അല്ല, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം നേരിട്ട് തന്നെ ഷെയ്ഖ് ഹസീനയോട് പറഞ്ഞിരുന്നു. ഷെയ്ഖ് ഹസീന തന്നെ അത് പരസ്യമായി പറഞ്ഞതാണ്. പക്ഷേ അവരത് നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അമേരിക്കയുടെ ഒരു ഏജൻ്റ് ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുതിയ ഇടക്കാല സർക്കാരിൻ്റെ നേതൃത്വത്തിലേക്ക് ബംഗ്ലാദേശിൽ ഇന്ന് രാത്രി വരാൻ പോകുന്നത്. ഇനി അദ്ദേഹം അങ്ങനെ വരുമ്പോൾ ഇത് മറുവശത്തുള്ള ചൈനയ്ക്ക് എങ്ങനെ സഹിക്കാനാണ്? ചൈന വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണറാണ് ഈ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളിൽ. ചൈന പാകിസ്ഥാൻ വഴി, ബംഗ്ലാദേശിലെ തന്നെ ജമാഅത്ത് വഴി കുറേ കാലമായി ബംഗ്ലാദേശിലെ വിഷയങ്ങളിൽ ഇടപെട്ട് വരികയാണ്. ബംഗ്ലാദേശിനുള്ളിലേക്ക് കടന്നു കയറാൻ ചൈന ശ്രമിക്കുകയാണ്. അത് ഫിസിക്കലായി അല്ല, അതിർത്തി ഭേദിച്ചല്ല, പക്ഷേ ബംഗ്ലാദേശിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ചൈന വലിയ തോതിൽ ശ്രമം നടത്തി വരികയാണ് കഴിഞ്ഞ കുറേ കാലമായി. അത് ഒരു പരിധിവരെ വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ പറയുന്ന ഇപ്പോഴത്തെ ആർമിയുടെ ചീഫ് വഖർ ഉസ്മാൻ, അദ്ദേഹം ഉൾപ്പെടെ നിരവധി ആൾക്കാർ ഇന്ന് ചൈനയുടെ ഏജൻറ്റുമാരാണ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം മാത്രമല്ല, ഷെയ്ഖ് ഹസീനയുടെ പൊളിറ്റിക്കൽ അഡ്വൈസർ, അതേപോലെ ഷെയ്ഖ് ഹസീനയുടെ ക്യാബിനറ്റിലെ ചില മന്ത്രിമാർ, ഇവരെല്ലാം ചൈനയോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന ആൾക്കാരാണ്, രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഇതൊന്നും ഷെയ്ഖ് ഹസീന എങ്ങനെ തിരിച്ചറിയാതെ പോയി എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അതുകൂടി ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ അവസാനം പറയാം. എന്തായാലും അമേരിക്ക ഒരു വശത്ത് ബംഗ്ലാദേശിൻ്റെ മുകളിൽ പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ചൈനയും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ചൈനയ്ക്ക് അതിന് കൃത്യമായി നേരിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുമായി, ആ ജമാഅത്തെ ഇസ്ലാമിയെ ഷെയ്ഖ് ഹസീന നിരോധിച്ചതാണ്. ഇനിയിപ്പോൾ ആ നിരോധനമൊക്കെ പോകും. ആ ജമാഅത്തെ ഇസ്ലാമിയായും ബംഗ്ലാദേശിലെ മതഭ്രാന്തന്മാരുമായും ഏറ്റവും അടുത്ത ബന്ധമുള്ള പാകിസ്ഥാൻ ചൈനയുടെ പോക്കറ്റിലിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെ ഉപയോഗിച്ച് ബംഗ്ലാദേശിനുള്ളിൽ എന്ത് ചെയ്യാനും ചൈനയ്ക്ക് ഇനി അവസരം കൈവന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് ഭാരതത്തിന് വലിയ ദൂഷ്യമാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കും മനസ്സിലാവുന്നതാണ്. 4000 കിലോമീറ്ററിൻ്റെ അതിർത്തിയാണ് നമ്മൾക്ക് ബംഗ്ലാദേശുമായി നമ്മൾ പങ്കിടുന്നത്. ആ 4000 കിലോമീറ്ററിൻ്റെ അതിർത്തി മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ സാധാരണ അതിർത്തി പോലല്ല, അങ്ങേയറ്റം ചലഞ്ചുള്ള അതിർത്തിയാണ്. ഇതിൽ പലയിടത്തും വലിയ മലകളാണ്, എങ്കിൽ മറ്റു പലയിടത്തും വലിയ തടാകങ്ങളാണ്, വേറെ കുറേ ഭാഗങ്ങൾ ചതുപ്പ് നിലങ്ങളാണ്. ഇവിടെ നിന്നുള്ള ഇൻഫിൽട്രേഷൻ ഇനി നമ്മൾക്കൊരു വലിയ തലവേദനയായി മാറും. എന്ന് മാത്രമല്ല, ബംഗ്ലാദേശ് ഒരു കാലത്ത്, ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മേഖല നമ്മളുടെ നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദികളുടെ അവരുടെ പരിശീലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. അത് നാഗാലാൻഡിലെ തീവ്രവാദികളായാലും അസാമിലെ ഉൾഫ തീവ്രവാദികളായാലും ബോഡോസ് ആയാലും എല്ലാവരുടെയും
പരിശീലന കേന്ദ്രം ഈ ചിറ്റഗോങ് മേഖലയായിരുന്നു. ബംഗ്ലാദേശിലെ സർക്കാർ അതിനെതിരെ അത് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഒരു പരിധിവരെ അതിനൊക്കെ അനുകൂലവുമായിരുന്നു. ഇത്തരം പ്രശ്നങ്ങളെല്ലാമാണ് ഷെയ്ഖ് ഹസീന അവസാനിപ്പിച്ചത്. അതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ ഒരു കളിപ്പാവയാണ് അല്ലെങ്കിൽ പപ്പറ്റാണ് എന്ന് ഈ ശത്രുക്കളെല്ലാം പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മളുടെ എല്ലാവിധ താല്പര്യങ്ങളെയും അല്ലെങ്കിൽ നമ്മളുടെ ആശങ്കകൾ അകറ്റാൻ വേണ്ട നടപടികളും ഒക്കെ എടുത്ത ഒരു രാഷ്ട്ര നേതാവാണ് ഷെയ്ഖ് ഹസീന. അതുകൊണ്ടാണ് ഭാരതം ഷെയ്ഖ് ഹസീനയോടൊപ്പം ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് ചൈനയും പാകിസ്ഥാനും, മറുവശത്ത് അമേരിക്ക. ഒരിക്കലും ഒരുമിച്ച് ചേരാൻ സാധ്യതയില്ലാത്ത രണ്ട് ഘടകങ്ങളാണ്. ഇവരെല്ലാം ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ ഭരണം അവസാനിപ്പിക്കുക എന്നുള്ള ഒറ്റ അജണ്ടയിലായിരുന്നു. അത് അവസാനിച്ചു കഴിഞ്ഞു. ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടോടി. യഥാർത്ഥത്തിൽ അവർക്ക് 45 മിനിറ്റ് സമയമാണ് ബംഗ്ലാദേശ് സൈന്യം കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ വഖറുസ്മാൻ എന്ന് പറയുന്ന സൈന്യാധിപൻ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു അകന്ന ബന്ധുവാണ് ഷെയ്ഖ് ഹസീനയുടെ. ഷെയ്ഖ് ഹസീനയുടെ ഒരു കസിനെയോ മറ്റോ ആണ് അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഇസ്ലാമിക രാജ്യത്ത് ഇത്തരം ഒരു കൊട്ടാരം കയ്യേറിയുള്ള വിപ്ലവമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇതുപോലെയുള്ള കലാപങ്ങളൊക്കെ നടക്കുമ്പോൾ ആദ്യം ജീവൻ നഷ്ടപ്പെടുന്നത് ഭരണകർത്താക്കൾക്കാണ്. നമുക്ക് എത്ര ചരിത്രം വേണമെങ്കിലും നമ്മളുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാതെ അവിടെ നിന്ന് രക്ഷിച്ചത് ഭാരതമാണ്. പക്ഷേ അതിന് ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ അധിപൻ്റെ ഒരു സമ്മതം കൂടി ഉണ്ടായിരുന്നു, വെറും 45 മിനിറ്റിൻ്റെ. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചത് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാമായിരുന്നു, ഭാരതത്തിന് അറിയാമായിരുന്നു ഇതുപോലെ ഒരു സ്ഥിതി വരുമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമാണ്. ഷെയ്ഖ് ഹസീനയെ ഓടിച്ചു കഴിയുമ്പോൾ ഇനി അത് ഒരു ഫ്രീ ഫോർ ഓൾ പ്ലാറ്റ്ഫോമായി ബംഗ്ലാദേശ് മാറുകയാണ്. ഒരു വശത്ത് ചൈനയും മറുവശത്ത് അമേരിക്കയും. ഈ ഇരു കൂട്ടരും തമ്മിലുള്ള സംഘർഷമായിരിക്കും ഇനിയും നമ്മളവിടെ കാണാൻ പോകുന്നത്. ഇങ്ങനെ രണ്ട് ശക്തികൾ ഒരു രാജ്യത്ത് പിടിമുറുക്കാൻ ശ്രമിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള രാജ്യങ്ങളിലെല്ലാം വൻ കലാപങ്ങളും വൻതോതിലുള്ള അസ്ഥിരതയും ആഭ്യന്തര പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കും സ്ഥിരതയില്ലായ്മയിലേക്കും വഴുതി വീഴുന്ന ബംഗ്ലാദേശിനെ ആയിരിക്കും ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്. ഇനി നേരത്തെ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ഭാരതത്തിന് എന്തുകൊണ്ട് ഭാരതം മുന്നറിയിപ്പ് കൊടുത്തില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഭാരതം മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പല ആൾക്കാരോടെ സംസാരിച്ചു, പല റിപ്പോർട്ടുകളും കണ്ടു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭാരതത്തിന് ഷെയ്ഖ് ഹസീനയോട്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിന് ഷെയ്ഖ് ഹസീനയോട് ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നു. ചില കാര്യങ്ങളിൽ ഭിന്നതയുണ്ടായിരുന്നു. ഒന്ന്, കഴിഞ്ഞ ഇലക്ഷൻ അവർ നടത്തിയ രീതിയോട്. രണ്ട്, ഇവരുടെ ചൈന സന്ദർശനത്തോട്. ആ ചൈന സന്ദർശനത്തിൽ അവരെ വേണ്ട രീതിയിൽ ചൈന പരിഗണിച്ചില്ല എന്നുള്ളതുകൊണ്ട് സന്ദർശനം വെട്ടിച്ചുരുക്കി ഷെയ്ഖ് ഹസീന തിരിച്ചു ബംഗ്ലാദേശിലേക്ക് പോയി. ആ സന്ദർശന വേളയിൽ ചൈനീസ് അധികൃതരുടെ പെരുമാറ്റം തന്നെ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് എന്ന് ഭാരതം വളരെ കൃത്യമായി ഷെയ്ഖ് ഹസീനയെ അറിയിച്ചതാണ്. ഇത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, പുതിയ സൈന്യാധിപനായി സ്വന്തം ബന്ധു കൂടിയായ ഈ വഖറുസ്മാനെ അപ്പോയിൻ്റ് ചെയ്തപ്പോഴും ഭാരതം അനിഷ്ടം അറിയിക്കുക മാത്രമല്ല വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് എന്ന് ഷെയ്ഖ് ഹസീനയെ വളരെ കൃത്യമായി അറിയിച്ചിരുന്നു. ഇങ്ങനെ പല മുന്നറിയിപ്പുകൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ടും അതൊന്നും കേൾക്കാൻ ഷെയ്ഖ് ഹസീന തയ്യാറാകാത്തതിൻ്റെ കാരണം കൂടി പറഞ്ഞ് നിർത്താം. അതിന് കാരണം ഒന്ന്, ഒരുപക്ഷെ അധികാരം അവരെ അന്ധയാക്കിയതാവാം. പക്ഷേ മറുവശത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് സത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന വ്യക്തി അവരുടെ പ്രധാനമന്ത്രിയുടെ വസതി വിട്ട് ജീവനും കൊണ്ട് ഓടി ഇന്ത്യയിലെത്തി, അത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയെ അവിടെ ആരുമല്ലാതായി എന്നൊന്നും ആരും ധരിക്കരുത്. ബംഗ്ലാദേശിൽ എപ്പോഴും ബംഗ്ലാദേശ് വളരെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അവിടെ ഈസ്റ്റ് പാകിസ്ഥാൻ മെൻറ്റാലിറ്റി, അതായത് പഴയ പാകിസ്ഥാൻ മെൻറ്റാലിറ്റിയുള്ള മതഭ്രാന്തരുടെയും ഇസ്ലാമിക ഐഡൻറ്റിറ്റി മാത്രമാണ് തങ്ങളുടേതെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അതുപോലെ മറുവശത്ത് മുജീബുർ റഹ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ആരാധിക്കുന്ന, നമ്മളുടെ ബംഗ്ലാ
കൾച്ചറിനെ, ആ ഒരു സംസ്കാരത്തെ അങ്ങേയറ്റം നെഞ്ചോടെ ചേർക്കുന്ന രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും മറ്റനേകായിരം കവികളെയും ഈവൻ സ്വാമി വിവേകാനന്ദനെയും ഒക്കെ അംഗീകരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം മറുവശത്തുമുണ്ട്. അപ്പോൾ ഈ രണ്ട് ജനവിഭാഗം ഉണ്ടെങ്കിലും ഇപ്പോൾ മേൽക്കൈ നേടിയിരിക്കുന്നത് ഒരു കൂട്ടരാണ് എന്ന് മാത്രമേ ഇപ്പോഴത്തെ ഈ കലാപത്തിന് അർത്ഥമുള്ളൂ. ഇതിൻ്റെ അർത്ഥം ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായി അവസാനിച്ചു എന്ന് അല്ല. അവർ രാഷ്ട്രീയം വേണ്ട എന്ന് വെച്ചാൽ അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ അവർ 2 പ്രാവശ്യം ഇതുപോലെ പുറത്തു പോയിട്ട് വലിയ സ്വീകരണം ഏറ്റുവാങ്ങി എത്തിയ സ്ഥലം തന്നെയാണ് ബംഗ്ലാദേശ്. അതുകൊണ്ട് ബംഗ്ലാദേശിലെല്ലാം അവസാനിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ തീർച്ചയായിട്ടും ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെടേണ്ടത് മറ്റൊരു രീതിയിലായിരുന്നു. ഇനി മുന്നോട്ടുള്ള ഭാവി ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശയ്ക്ക് വക നൽകുന്നതല്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശങ്കയോടെ, അങ്ങേയറ്റം ജാഗ്രതയോടെ നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാണ്. പ്രത്യേകിച്ചും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഭാരതം കുറച്ചുകൂടി കർക്കശമായ, കുറച്ചുകൂടി ശക്തമായ നിലപാടെടുക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. ഒരു സമയത്ത് നമ്മളുടെ യൂട്യൂബിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം, വേർ ആർ അവർ ജ്യൂസ് എന്ന് ചോദിച്ച് ഇസ്രായേൽ ഒരു വലിയ കനത്ത പ്രഹരം മുസ്ലിം രാജ്യങ്ങൾക്ക് കൊടുത്തായിരുന്നു. എല്ലാ മുസ്ലിം രാജ്യങ്ങളുടെയും ജ്യൂസിൻ്റെ ജനസംഖ്യ എടുത്തു കാണിച്ചുകൊണ്ട് ഇപ്പോൾ ആ ജനസംഖ്യ എവിടെ പോയി എന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ. ശരിക്കും ഭാരതവും ഇതേ ചോദ്യം ചോദിക്കേണ്ടതാണ്. വേർ ആർ അവർ ഹിന്ദുസ് എന്ന് ചോദിക്കേണ്ടതാണ്. അഫ്ഗാനിസ്ഥാനിൽ, പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ, ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ഹിന്ദുക്കൾ കൂട്ടക്കൊലയ്ക്കും വംശീയ ഹത്യയ്ക്കും വംശീയ ഉന്മൂലനത്തിനും വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അവശേഷിക്കുന്ന എല്ലാ ഹിന്ദുക്കളും പാവപ്പെട്ടവരാണ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരാണ്, വളരെ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിൽ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ കലാപം നടക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അവിടുത്തെ ഒരു കൗൺസിലർക്ക് നേരെ വലിയൊരു പരാതി ഉണ്ടായത്. അയാൾ അവിടുത്തെ ദളിത് ഹിന്ദുക്കളുടെ വീട്ടിൽ ചെന്നിട്ട് വാളുയർത്തി കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യൂ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്ന് അട്ടഹസിച്ച വിഷയമാണ്. അതിൻ്റെ പേരിൽ ഢാക്കയിലെ മുനിസിപ്പൽ കൗൺസിൽ ചെയർമാന് പരാതിയും കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഹിന്ദു അസോസിയേഷൻസ്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്തായാലും വിഷയം ഇങ്ങനെയൊക്കെയാണ്. മുന്നോട്ട് ബംഗ്ലാദേശിൻ്റെ ഗതി എന്താകുമെന്ന് നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ് ലോകവും ഭാരതവും. നമസ്കാരം.